ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി. നമ്മുടെ ലോകം, നമ്മുടെ ഭാരതം വളരാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന് കണ്ണുണ്ട്, പുറത്തും അകത്തും ഉണ്ട്. പക്ഷിമൃഗാദികൾക്ക് പുറത്തേ കണ്ണുള്ളൂ. ഒരു പട്ടിക്കും തന്റെ പേര് പട്ടിയാണെന്ന് അറിയില്ല. അറിയുമോ? കാട്ടിലെ രാജാവാരാ മക്കളെ? സിംഹമാണ്. ആ വിവരം ഇന്നോളം ഒരു സിംഹവും അറിയില്ല. സിംഹത്തിന് അറിയാമോ താനാണ് കാട്ടിലെ രാജാവെന്ന്? അതാര് നിശ്ചയിച്ച്? നമ്മൾ നിശ്ചയിച്ചു കൊടുത്തതല്ലേ. ആ വിവരം സിംഹം അറിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് കൊട്ടാരം പോകണം, സിംഹാസനം പോകണം എന്ന് പറയും. സിംഹത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യന്മാരാ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അത് വെറും മടയിൽ ഇങ്ങനെ വെറും നിലത്ത് കിടക്കുക. അതിന് ആലവട്ടവും ബെഞ്ചാമരവും അകമ്പടിയും എസ്കോർട്ടും ഒന്നുമില്ല. അത് സാധാരണ ഒരു ജീവി മാത്രമാണ്. മൃഗങ്ങൾക്കൊന്നും താൻ ആരാണെന്നറിയില്ല. താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയുമില്ല. ഈ ഭൂമിയിലെ പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും എല്ലാം പേര് കൊടുത്ത നമ്മളാ. ഏതെങ്കിലും മൃഗത്തിന്റെ പേര് മൃഗം ഇട്ടിട്ടുണ്ടോ? മനുഷ്യൻ വന്നതിന് ശേഷം ഇതിന് ശേഷം മൃഗങ്ങൾ പേരുണ്ടായിട്ട് മൃഗങ്ങൾക്ക് മൃഗമെന്ന് പേരിട്ടത് നമ്മളാ. അതുകൊണ്ട് ആത്മബോധം തന്നിലേക്ക് തന്നെ പറ്റി ചിന്തിക്കുന്നത് ആരാ? മനുഷ്യൻ. അകത്തേക്ക് നോക്കുന്നത് കൊണ്ടാ. മൃഗങ്ങൾക്കൊന്നും അകത്ത് നോക്കാൻ അറിയില്ല. നമുക്ക് ദർശനമുണ്ട്, കാഴ്ചയുണ്ട്. പക്ഷെ ആ കാഴ്ച പുറത്തേക്ക് മാത്രമല്ല. ഉച്ചയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പാരക്ഷയേകൂ. സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ കനക വിഗ്രഹം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചതെന്നാ നിങ്ങൾ ധരിച്ചു പോയത്? അല്ല. അവിടെ പോകുമ്പോ കാണുന്ന ദർശനം എന്താ? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി. 18 പടി കയറി ഭഗവാനെ തൊഴുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ദർശനം? ചാന്ദാഗ്യോപനിഷത്തിലെ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ നിന്ന് പുറത്തു വന്ന ദർശനം. എന്താ അത്? ഉദ്ദാലകാരുണി മഹാപണ്ഡിതനാ. ആ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി തന്റെ പുത്രനായ ശ്വേതകേതുവിനെ എല്ലാം പഠിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അധ്യാപകനാണ്. എന്താ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ? ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്ന് പ്രാർത്ഥിച്ചല്ലോ ഇവിടെ. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പ്രാർത്ഥന മാറി കേട്ടോ. ഇപ്പോഴത്തെ പ്രാർത്ഥന പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമാന്നാക്കി മാറ്റി. ഇപ്പം പേരിന് ഇത് പ്രാർത്ഥിക്കും, പുറത്തല്ല ഇതാ പരിപാടി അല്ലേ? പണമാണ് ഗുരു. എന്താ ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഗും രുഗ്യതേ ഇതി ഗുരു. ഗും രുഗ്യതേ ഇതി ഗുരു. ഗും എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഇരുട്ട് ഉള്ളിൽ പ്രവേശിക്കുന്നത് തടയുന്നവനാ ഗുരു. അറിവിന്റെ വെളിച്ചം കൊടുക്കുന്നവനല്ല ഗുരു. എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട്. എല്ലാ കുട്ടികളും നല്ല അപാരമായ വെളിച്ചത്തിന്റെ ഉറവിടങ്ങളാണ്. നിങ്ങൾക്ക് ആ വെളിച്ചം കാണാൻ പറ്റാച്ചിട്ടാണ്. യശോദ ആ വെളിച്ചം കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് ഭഗവാന് കൃഷ്ണനെ കിട്ടിയത്. അറിയുമോ? കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം തന്റെ ഓടക്കുഴലും എടുത്തിട്ട് കുട്ടി യമുനാ നദിയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങു പാടുന്നേരം പെട്ടെന്നങ്ങ് നിർത്തിക്കളഞ്ഞു ഇവൻ പാട്ട്. അപ്പൊ യശോദ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിയ? അപ്പോ ഇവൻ ചോദിച്ചു, അമ്മേ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അത്? തിരിച്ചു പോകുന്നില്ല എന്നോ? എന്താ അത്? ഈ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, തിരിച്ചു പോകുന്നില്ല. നിങ്ങളോടാ ചോദിച്ച, നിങ്ങൾ എന്താ മറുപടി പറയാ? തിരിച്ചു പോകുന്നില്ല. എന്തെന്നാടാ നിന്റെ തലക്കോളായിപ്പോയോ? മനസ്സിലായോ? ഞാൻ രജിസാറ് എന്നെ കാണാൻ വേണ്ടി അങ്ങ് വരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ തലക്കോളായിപ്പോയി, എന്നെ കാണാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് കണ്ണൂർ വരണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ചോദ്യം അമ്മമാർ പറയാ. എന്നാൽ ആ യശോദ പറഞ്ഞത് അങ്ങനെയല്ല. അത് തിരിച്ചു പോകാത്തത് എന്താണെന്നറിയോ കണ്ണാ? നിന്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലട കണ്ണാ.
കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് കണ്ണനെ പുഴയെ സ്നേഹിക്കുന്ന ആർദ്രതയുള്ള സൗന്ദര്യാധിഷ്ഠിതമായ ജീവിതം നയിച്ച ഒരു കഥാപാത്രമാക്കി മാറ്റിയത്. അറിയണം നിങ്ങൾ. അതുകൊണ്ട് നല്ല അമ്മമാർ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന അമേയമായിരിക്കുന്ന അപാരമായിരിക്കുന്ന വെളിച്ചത്തെ കണ്ടെത്തുന്നവരാണ് അമ്മമാർ. കുട്ടിക്ക് ശരീരത്തിന് ഭക്ഷണം കൊടുത്തത് കൊണ്ടും ശരീരത്തെ പൊതിയാൻ വസ്ത്രം വാങ്ങിക്കൊടുത്തുകൊണ്ടും കിടന്നുറങ്ങാൻ കിടക്ക വിരിച്ചു കൊടുത്തത് കൊണ്ടും വിസർജിക്കാൻ കക്കൂസ് കഴുകി കൊടുത്തത് കൊണ്ടും അമ്മയാവില്ല. ഓരോ കുട്ടിയിലും അന്തർലീനമായിരിക്കുന്ന അപാരമായ ഒരു മഹാവെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ കണ്ടെത്തണം. അപ്പോഴാണ് അമ്മയും അച്ഛനും ഉണ്ടാകുന്നത്. അല്ലാതെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയും അച്ഛനും ആകുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഉള്ളിലെ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. അപ്പൊ കുട്ടിയിൽ അന്ധകാരവൻ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയായിട്ടുണ്ടെങ്കിൽ, അവൻ തോന്നിയാസങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരാ പ്രതി? അവന്റെ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്ന കാവൽക്കാരല്ലേ പ്രതി? കാവൽക്കാരല്ലേ പ്രതി? അമൃത് വിളമ്പുമ്പോ സൂര്യചന്ദ്രന്മാരെ കാവലാക്കിയിട്ടാണല്ലോ അമൃത് വിളമ്പിയത് ദേവേന്ദ്രൻ. ആ അമൃത് വിളമ്പുമ്പോ രാക്ഷസന്മാരെ കയറി വരാതിരിക്കാൻ അവരെ പറ്റിച്ചിട്ട് മോഹിനി രൂപം പൊട്ടിട്ട് കൊണ്ടുവന്നാണല്ലോ. രാക്ഷസന്മാർ ഒറ്റ കണ്ടിട്ട് തുറന്നു നോക്കിയാലാ ഇത് തട്ടിപ്പാന്ന് മനസ്സിലായത്. ഇവരിങ്ങോട്ട് കയറുമ്പോ തടയാൻ വേണ്ടിയിട്ട് സൂര്യചന്ദ്രന്മാരെ കാവലാക്കി. എന്നിട്ട് സൂര്യചന്ദ്രന്മാരെല്ലാരും വാങ്ങി കുടിക്കുന്ന കണ്ടപ്പോ ഇവർക്ക് അത്യാർത്ഥിയിൽ വേഗം പോയിട്ട് വാങ്ങാന്ന് വിരിച്ച് അകത്തേക്ക് കയറിയ തഞ്ചത്തിനാണ് ഒരുത്തൻ കയറി വന്ന് ഓനും വാങ്ങി, അമൃത് വാങ്ങി. വായിലേക്ക് അങ്ങ് വിഴുങ്ങി കഴിയുമ്പോഴേക്ക് ആളെ മനസ്സിലായി. അപ്പൊ ചട്ടുവും കൊണ്ട് ഏറ് കൊടുത്തു. അവരെ അങ്ങനെ മുറിച്ചു മാറ്റി. രാഹുവും കേതുവായി. അതാണ് സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നത് എന്നാണല്ലോ നമ്മൾ പുരാണത്തിൽ പഠിച്ച കഥ. ആ കഥ വെറും തട്ടിപ്പാന്ന് പിന്നെ മനസ്സിലായി നമുക്ക്. രാഹു ഇല്ല, കേതു ഇല്ല, അല്ലേ? ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണമെന്നും സൂര്യന്റെ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണമെന്നും നമുക്ക് പിന്നെ മനസ്സിലായി. പക്ഷെ ഈ കഥയിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? കാവൽക്കാരുടെ അശ്രദ്ധ കൊണ്ടാണ് അന്ധകാര ഉള്ളിൽ കയറിയത്. നമ്മുടെ കുട്ടികൾ തോന്നിയാസിയായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദി ആരാ? നമ്പർ 1 ഗുരു അമ്മ, നമ്പർ 2 ഗുരു അച്ഛൻ, 3ാമത്തെ ഗുരു സ്കൂള മാഷ്, അല്ലേ? ഇവരാ പ്രതി. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഗും രുഗ്യതേ ഇരി ഗുരു, ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. 2ാമത്തെ ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം കേട്ടോ. ഗുരു വലുത്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് കേട്ടിട്ടുണ്ടോ? മാഷക്ക് പരിക്ക് പറ്റിയെന്നാ? അല്ലല്ലോ. ഗുരുതരം എന്ന് പറഞ്ഞാൽ വലിയ പരിക്കാണ്. പണ്ട് വൃത്തം പഠിച്ചവർക്കറിയാം സ്കൂളിൽ ഗുരു എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരം, ദീർഘാക്ഷരം. ഗുരുവാം ഹ്രസ്വാക്ഷരം ലഘുവായിടും, അല്ലേ? കാ എന്ന് പറഞ്ഞാൽ ഗുരു, ക എന്ന് പറഞ്ഞാൽ ലഘു. ആദിമധ്യാന്തവർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ ഭജസങ്ങൾക്ക് മനങ്ങൾ ഗലമാത്രമാം. 8 ഗണം പഠിച്ചിട്ടില്ലേ? യരത, ഭജസ, മന. ഓർമ്മയില്ല? പണ്ട് ഗണം പഠിച്ചൊന്നും മറന്നുപോയി. പുതിയ സ്കൂളിലെ കുട്ടികളൊന്നും അത് പഠിക്കുന്നില്ല. ഓരോ വീണവും താളവും ഉണ്ടാകുന്നത് ഈ ഗണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കണം. അതിനാ വൃത്തം പഠിക്കണം. വൃത്തം എന്ന് പറഞ്ഞാൽ പാട്ട് തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നതാണ് വൃത്തം. വൃത്തം അങ്ങനെയല്ലേ, തുടങ്ങിയെടുത്ത് അവസാനിക്കുക. അതാണ്, അതുകൊണ്ടാണ് വൃത്തം എന്ന് പേര് വന്നത്. അപ്പൊ ഏതായാലും ഗുരു എന്ന് പറഞ്ഞാൽ വലുതാന്ന് മനസ്സിലായല്ലോ. ലഘു എന്ന് പറഞ്ഞാൽ ചെറുതാണ്. വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും. ഭൂമി വലുതാണ്, ആപ്പിള് ചെറുതാണ്. നിങ്ങൾ കുട്ടികളെയും കൂട്ടി ടൗണിൽ പോയാൽ കുട്ടി റോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പിടിച്ചു വലിക്കൂലേ? അപ്പൊ പിടിച്ചു വലിച്ച് കുട്ടികൾ അനുസരിച്ചാലോ? ഗുരുവിനെ അനുസരിച്ചാ ഗുരുത്വമുണ്ട്. കുട്ടി അനുസരിക്കാതെ ഓടിപ്പോയാലോ? ഗുരുത്വക്കേടായി. അതാ കുരുത്തക്കേട്. മനസ്സിലായോ? അതുപോലെ ഭൂമി വലുതാണ്, ആപ്പിള് ചെറുതാണ്. അപ്പൊ ഈ വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കും എന്ന് ഐസക് ന്യൂട്ടൻ കണ്ടെത്തി. അതാ ഭൂമിക്ക് ഗുരുത്വ ബലം ഉണ്ട് എന്ന് മനസ്സിലായി. അതാ ഭൂഗുരുത്വ ബലം പിടികിട്ടിയ. ഭൂഗുരുത്വ ബലം എങ്ങനെയാന്ന് കണ്ടെത്തിയേ? അപ്പൊ വലുതാണ് ഗുരു, ചെറുതോ ലഘു. എന്താണ് ഗുരു? മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായത്? ഗുരുവേത് ലഘുവേതെന്ന തിരിച്ചറിവിലൂടെയാ മനുഷ്യനാവുന്നത്. ഏതാ വലുത്, ഏതാ ചെറുത്? മനുഷ്യനാകോ ഉണ്ട്, പുറമുണ്ട്. ഏതാ വലുത്? പുറം എന്ന് പറഞ്ഞാൽ ശരീരം, ഹാർഡ്വെയർ. അകം എന്ന് പറഞ്ഞാൽ മനസ്സ്, വികാരങ്ങൾ, ചിന്തകൾ, അറിവുകൾ, സോഫ്റ്റ്വെയർ. മനസ്സിലായോ?
സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കമ്പ്യൂട്ടർ ഭാഷയാണ്. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, കീബോർഡ്, മൗസ്, UPS, ബാറ്ററി എല്ലാം ചേർന്നതാണ് അതിന്റെ ഹാർഡ്വെയർ. പക്ഷെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻഫർമേഷനുകളുടെ ഒരു മഹാസാമ്രാജ്യമാണ് അതിന്റെ സോഫ്റ്റ്വെയർ. അപ്പൊ സോഫ്റ്റ്വെയർ ആണ് മനുഷ്യന് പ്രധാനം. മൃഗങ്ങൾക്ക് ശരീരമാ പ്രധാനം, മനസ്സ് ലഘുവാ. അതാ മൃഗം. മനസ്സ് ലഘുവും ശരീരം ഗുരുവുമായാൽ മൃഗമായി. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ഈ അമ്പലപ്പറമ്പിൽ, ഈ ഉത്സവ പറമ്പിൽ ഒരു പശു വന്നു. ആ പശുവിന് മൂത്രയിക്കണം തോന്നി, അല്ല ചാണകം തോന്നി. ശരീരത്തിനാണല്ലോ മുട്ടുക. മുട്ടുമ്പോ മനസ്സ് പറയാ, അയ്യയ്യെ പറ്റില്ല, ആൾക്കൂട്ടത്ത് പറ്റില്ല, ആലയിലെത്തട്ടെ, അല്ലെ ടോയ്ലറ്റ് പോണമെന്ന് പറയോ? ഇല്ല. മനസ്സ് അതിന് കീഴ്പ്പെടും. അപ്പൊ തന്നെ വാലും പൊതിച്ച് എവിടുന്നാ മുട്ടുന്ന അവിടെ മൂത്രയിക്കും, അവിടെ ചാണകം ഇടൂലേ? കാത്തു നിൽക്കൂലല്ലോ, അപ്പൊ ഇടുവല്ലോ. മനസ്സില്ലേ? മൃഗങ്ങൾക്ക് മനസ്സില്ലേ? പട്ടിക്ക് കണക്കറിയാം. ഞാൻ തെളിവ് തരണോ? എന്റെ നാട്ടിലെ പട്ടികൾക്കെല്ലാം കണക്കറിയാം, ഈ നാട്ടിൽ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങളൊരു സ്കൂട്ടറിൽ പോകുന്നു. റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടന്നിട്ടുണ്ട്. സ്കൂട്ടറിന്റെ ഒച്ച കേട്ടാ പട്ടി നോക്കുമ്പോ സ്കൂട്ടറാന്ന് കണ്ടാൽ അനങ്ങൂല. കാരണം സ്കൂട്ടറിന് പോകേണ്ട സ്ഥലം അവിടെ ബാക്കിയുണ്ട്. എന്നാൽ സ്കൂട്ടർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോറി വരുന്നു. പട്ടി ലോറിയാന്ന് കണ്ട എഴുന്നേറ്റ് മാറും. എന്തുകൊണ്ടാ? സ്കൂട്ടറിന് എത്രയാ വീതി, ലോറിക്ക് എത്രയാ വീതി എന്ന് ആർക്കറിയാം? പട്ടിക്ക് അറിയുന്ന കൊണ്ടല്ലേ പട്ടി എഴുന്നേറ്റ് മാറുന്നത്. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ അറിയില്ല. അവര് റോഡുമേൽ വെച്ച് പോകും. കേട്ടനാ, റോഡുമേൽ വെച്ച് ബ്ലോക്ക് ആക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ്. പട്ടിക്കറിയാം ഓരോന്നിനും എത്രയാ വീതിയും. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷേ അത് ശരീരത്തിന് കീഴ്പ്പെടും. ശരീരം എന്ത് പറയുന്നു? ഒരു പട്ടിക്ക് ഇണചേരണം തോന്നിയാൽ പെണ്ണ് കാണാൻ പോയി, നാട്ടുകാരോടെല്ലാം പറഞ്ഞ് കല്യാണ നിശ്ചയം നടത്തി, പന്തല് കെട്ടി, മോതിരം മാറി, മാലയിട്ട് നടത്തുവോ? ഇല്ല. അപ്പൊ ശരീരത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കും. എന്നാ മനുഷ്യന് പറ്റുവോ? മനുഷ്യന്റെ ശരീരത്തിന് ഇപ്പൊ മൂത്രയിക്കണമെന്ന് ഇവിടെ തോന്നി എവിടെ വയ്ക്കുവോ? ഒഴിച്ചാ പറയും, നീ എന്ത് ജന്തുവാടാന്ന് പറയില്ലേ? കാരണം നമ്മൾ മൃഗായി. നമ്മുടെ മനസ്സ് പറയും, അനങ്ങാണ്ട് കിടന്നോ പേരിങ്കോടല്ലേ, ഒരു നാടൻ പാട്ടില്ലേ, വീട്ടിലെത്തട്ടെ, ടോയ്ലറ്റിലെത്തട്ടെ എന്ന് മനസ്സ് ശരീരത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആരായി? മനുഷ്യനായി. മനസ്സ് ഗുരുവും ശരീരം ലഘുവുമായാൽ നമ്മൾ മനുഷ്യരായി. പിടികിട്ടിയോ? മനസ്സ് ഗുരുവും ശരീരം ലഘുവും. ആ മനസ്സ് ശരീരത്തെ കീഴ്പ്പെടുത്തി അധ്യാപനം നടത്താൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഗുരുനാഥൻ ഉണ്ടാവുന്നത്. അധ്യാപനം നടത്തണം. ശ്രീനാരായണ ഗുരു ചെയ്തത്, കേരളത്തിൽ പണ്ടും പുരാണങ്ങളും ഈശാവാസ്യ ഉപനിഷത്തും അറിയുന്നവരുണ്ടായിരുന്നു. രാമായണവും മഹാഭാരതത്തിന്റെ കഥകൾ അറിയുന്നവരുണ്ടായിരുന്നു. ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരും ശിവ സ്തോത്രമാലയും ചൊല്ലുന്നവരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനാരായണ ഗുരു ചെയ്തത് കേരളത്തിലെ ജനങ്ങളെ സംസ്കാരത്തിലേക്ക്, പ്രായോഗികതയിലേക്ക്, ദാർശനികതയിലേക്ക്, മാനവികതയിലേക്ക് അധ്യാപനം നടത്തിയപ്പോഴാണ് ശ്രീനാരായണ ഗുരു. എന്ത് ഈ അധ്യാപനം? അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ. 2024 അധിവർഷമാണ്. എന്തുകൊണ്ടാ? ഫെബ്രുവരി മാസം 28-ന് പകരം 29 ദിവസമുണ്ട്. അതുകൊണ്ട് 365-ന് പകരം 366 ദിവസമുണ്ട് ഈ കൊല്ലം. ഒരു ദിവസം ജാസ്തി കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം ഒരു ദിവസം ഉള്ളത് കൊണ്ട് അധിവർഷമാണ്. അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ. യാപനമോ? യാത്ര ചെയ്യൽ. അധിയാപനമോ? കൂടുതൽ യാത്ര ചെയ്യൽ. അധ്യാപകനോ? കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. മാഷ് പറഞ്ഞത് മാത്രം പഠിച്ചിട്ട് ലോകം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞതിന്റെ അപ്പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് ലോകം വളർന്നത്. ഗ്രഹാംബൽ എന്ന് പറയുന്ന ഒരു കുട്ടി അധിയാപനം നടത്തിയത് കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോ നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്ന ഈ മൈക്രോഫോൺ ഉണ്ടായത്. അറിയണം. തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന ഒരു കുട്ടി അധിയാപനം നടത്തിയത് കൊണ്ടാണ് ഈ ബൾബ് കത്തുന്നത്. അറിയണം. ഈ വാച്ച് കണ്ടുപിടിച്ചത്, ഈ പേന കണ്ടുപിടിച്ചത്, അല്ലേ, ഈ സിമെന്റ് കണ്ടുപിടിച്ചത്, ഈ ഫാന്, കരണ്ട്, വിമാനങ്ങളിൽ പറക്കുന്നത് റൈറ്റ് സഹോദരന്മാരെന്ന കുട്ടികൾ അധിയാപനം നടത്തിയത് കൊണ്ടല്ലേ. ലോകത്തിലുള്ള സകല നേട്ടങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടായത് ആരൊക്കെയോ അധിയാപനം നടത്തിയത് കൊണ്ടാ. പറഞ്ഞത് മാത്രം കേട്ട് നടത്തരുതുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് 1 1 2 2 1 3 എന്ന് കണക്ക് പഠിപ്പിക്കുമ്പോ ഈ കുട്ടി പറഞ്ഞു, മാഷെ ഒരു പുഴ അങ്ങന്ന് വരുന്നു.
ഒരു പുഴയിൽ നിന്ന് വരുന്നു, രണ്ട് പുഴ ഒന്നും കൂടിച്ചേരുന്നു, പിന്നെ രണ്ട് പുഴ ഉണ്ടാവുന്നില്ല, വലിയ പുഴയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒന്നും രണ്ടല്ല, ഒന്നും ഇമ്മിണി വല്യൊന്ന് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത്. മനസ്സിലായോ മലയാളി? കണക്ക് മാഷന്മാർ പറഞ്ഞൊന്നും കേട്ട് പോകരുത് കേട്ടോ, സത്യമല്ല. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 6. ഏത് സ്കൂളാ? തോട്ടക്കാട് സ്കൂളില് അല്ലേ? കണക്കറിയില്ലേ? 1, 2, 3 എണ്ണ അറിയില്ലേ? 1 ആണോ 2 ആണോ വലുത്? 2 അല്ലേ? നിന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? നീ. രണ്ടാമത്തോ? നിന്റെ അനിയൻ. ആരാ വലുത്? അപ്പൊ 1 അല്ലേ വലുത്? നീയല്ലേ 2 വലുത് എന്ന് പറഞ്ഞേ. അപ്പൊ മാഷ് പറഞ്ഞ കണക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഇനി സ്കൂൾ തുറന്നാൽ കണക്കിന്റെ മാഷോട് ചോദിക്കണം, മാഷേ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോ 2 വലുത്. എന്താ അത്? ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. നിങ്ങൾ എല്ലാവരും സ്കൂൾ പഠിച്ചവരല്ലേ ഉള്ളൂ. നമ്മുടെ ലോകം, നമ്മുടെ ഭാരതം വളരാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കൃതികളുള്ള നാടല്ലേ, ഇത്രയും ഉപനിഷത്തുകളുള്ള നാടല്ലേ, ഇത്രയും വേദവും വേദാന്തവും ഉള്ള നാടല്ലേ. ആധുനിക വൈദ്യശാസ്ത്രം, അലോപ്പതി ചികിത്സയൊക്കെ ഉണ്ടാകുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് മെൻഡലിയഫിന്റെ പട്ടികയിലെ 104 മൂലകങ്ങൾ കണ്ടെത്തി. ഓരോ മൂലകത്തിന്റെയും ശാസ്ത്രനാമം കണ്ടെത്തി. അതിന്റെ രസദോഷ വിചിന്തനം നടത്തി. അത് ആൽക്കലിയാണോ ആസിഡാണോ എന്ന് കണ്ടെത്തി. അതിന്റെ രാസത്വര പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. ലാബറട്ടറിയും ടെസ്റ്റ് ട്യൂബും കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈ നാട്ടിലെ സകല സസ്യങ്ങളുടെയും വേര്, തൊലി, തണ്ട്, ഇല, പൂവ്, കായ എന്നിവ വായ കൊണ്ട് ചവച്ചരച്ചു നോക്കിയിട്ട് ഇതിന്റെ രസം എന്തെന്ന് കണ്ടെത്തി. ആ രസങ്ങളെ കൂട്ടിച്ചേർത്താൽ ഏത് രോഗത്തിന് പറ്റും? ബാക്ടീരിയക്ക് പറ്റുമോ, ഫംഗസിന് പറ്റുമോ, വൈറസിന് പറ്റുമോ, ഉളുക്കിന് പറ്റുമോ, ചതവിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ചരകനും സുശ്രുതനും സഞ്ജീവനിയും ആയിരക്കണക്കിന് ആയുർവേദ ഗ്രന്ഥങ്ങളും ആയുർവേദ മരുന്നുകളും ഗ്രന്ഥങ്ങളും കഷായക്കുറിക്കൂട്ടുകളും അരിഷ്ടങ്ങളും തൈലങ്ങളും ഉണ്ടാക്കി വെച്ചില്ല ഇവിടെ. ചെറിയ ബുദ്ധി അത്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഒരു ലാബ് ഉണ്ടാകുന്നതിന് മുമ്പല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്കാനിങ് മെഷീൻ അല്ലേ? ഈ സ്കാനിങ് മെഷീൻ കണ്ടെത്തുന്നതിന് മുമ്പ് രാമായണത്തിൽ ഒരു ഗർഭസ്ഥ ശിശു അണ്ടത്തിൽ നിന്ന് ഭ്രൂണമായി വളരുമ്പോ, ഭ്രൂണത്തിൽ നിന്ന് അണ്ടമായി വളരുമ്പോ, അങ്ങനെ വളർന്നു വരുമ്പോ എപ്പോഴാണ് ഇത് ആണും പെണ്ണും വേർതിരിയുന്നത്? എപ്പോഴാണ് കൈകാലുകൾ വേർതിരിയുന്നത്? എപ്പോഴാണ് തലയുണ്ടാവുന്നത്? എപ്പോഴാ കണ്ണ്? എപ്പോഴാ കാത്? എപ്പോഴാ ബുദ്ധി? എപ്പോഴാണ് ഹൃദയം? എപ്പോഴാണ് കിഡ്നി? എന്നെല്ലാം തന്നെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിനോ? രാമായണം വായിച്ചിട്ട് കേട്ടിട്ടില്ല? എന്തിനാ വായിക്കുന്നത്? ഇത്രാമത്തെ ആഴ്ച, ഇത്രാമത്തെ ദിവസം ഇന്ന അവയവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രസവം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അണ്ടമായി രൂപം കൊള്ളുന്നത് മുതൽ പ്രസവം വരെയുള്ള പ്രക്രിയകൾ മുഴുവൻ രാമായണത്തിൽ സ്കാനിങ് കണ്ടെത്തുന്നതിന് മുമ്പ് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബുദ്ധിയാണോ അത്? അത്ഭുതമല്ലേ അത്? നോക്കൂ, ഇതൊക്കെ ഉണ്ടായ നാടാ നമ്മുടേത്. എന്നിട്ട് അമേരിക്ക അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചു. എന്നിട്ട് അമേരിക്കക്കാര് ഭയങ്കര നമ്മളിപ്പോഴും പട്ടിണിക്കോലങ്ങൾ, പാവങ്ങൾ. എന്തുകൊണ്ടാ സംഭവിച്ചത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഇപ്പൊ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തി തരാം. ഇവിടെ എല്ലാവരും സ്കൂളിൽ പോയവരല്ലേ? സ്കൂളിൽ പോവാത്ത ആരും കൊണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. ആഴ്ച എത്രയാ? 7. എന്താ 7ന്റെ കണക്ക് എന്ന് അറിയുന്ന ആരും കൊണ്ടോ? ആരും ചോദിച്ചിനോ? അതെങ്ങനെയാ മാഷെ 7 ആഴ്ച? അത് 8, 9, 10 ഇല്ലാണ്ട് 7 ആഴ്ചന്റെ കണക്കെന്താ അറിയുന്ന ആരും കൊണ്ടോ? ഒന്ന് കൈവക്ക്. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടല്ലേ? ഈ 12ന്റെ കണക്കെന്താ ചോദിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞോ കേട്ടിങ്ങ് പോകുന്നു. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മണിക്കൂറിന് എങ്ങനെയാ 60 മിനിറ്റായേ? ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് 100 മിനിറ്റായില്ല? ഞാനൊരു കണക്ക് ചോദിക്കട്ടെ നിങ്ങളോട്. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോവാൻ 1.5 മണിക്കൂർ എടുത്തു. 1.5 മണിക്കൂർ എടുത്തു. അതേ റൂട്ടിൽ അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ 90 മിനിറ്റ് കൊണ്ട് എത്തി. എങ്ങനെയാ അത്? എങ്ങനെയാ?
രണ്ടും സ്പീഡ് മാറ്റമില്ല, ഒരേ സ്പീഡ്. അങ്ങോട്ട് പോവാൻ 1.5 മണിക്കൂർ എടുത്തു, ഇങ്ങോട്ട് വരാൻ 90 മിനിറ്റ് കൊണ്ടെത്തി. എന്തുകൊണ്ടാ അറിയില്ല അല്ലേ? എടാ 90 മിനിറ്റ് തന്നെയാ 1.5 മണിക്കൂർ കേട്ടോ, മനസ്സിലായോ? 1.5 മണിക്കൂർ 90 മിനിറ്റ് കണക്ട്. ഇത് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? 100ന്റെ കണക്ക് നമ്മളെ മനസ്സിൽ. അതെന്തുകൊണ്ട് 60 മിനിറ്റായി ചോദിച്ചിട്ടുണ്ടോ? നീ മാത്രമല്ല, ആരും ചോദിച്ചിട്ടില്ല. മണ്ഡലകാലം വ്രതം ഉണ്ടാവില്ല ഇവിടെ. എത്ര ദിവസം? 41. എങ്ങനെയാ 41 കിട്ടിയേ? എന്താ ഈ 41ന്റെ കണക്ക്? ഇതുവരെ ആരും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും 41 ആയതുകൊണ്ട് നമ്മളും 41. മുന്നിൽ നടന്നീടിന ഗോവുതന്റെ പിമ്പേഗമിക്കും ബഹുഗോക്കളെല്ലാം. കുഞ്ചൻ നമ്പ്യാരുടെ വരിയ. മുന്നിൽ ഒരു പശു നടക്കും, ആ പശുവിന്റെ പുറകെ ബാക്കി പശുക്കളും നടക്കും. ഇതാ നമുക്ക് പറ്റിയ അബദ്ധം. ഭാരതത്തിലെ ഇതിഹാസ പുരാണാദികളെല്ലാം എഴുതുന്ന കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, വെച്ചെഴുത മേശയില്ല. ഉണ്ടോ? ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്നില്ല. ബോൾ പെന്നിന് ബോൾ പെൻ എന്ന് പേര് വന്ന എങ്ങനെയെന്നറിയോ? നിബിന് പകരം ബോൾ ഉരുളുന്നതുകൊണ്ട് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും, അതാ ബോൾ പെൻ. ലൈറ്റില്ല, വെളിച്ചമില്ല. ഓടലെണ്ണ കത്തിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് താളിയോലകൾ കൊണ്ടുവന്നിട്ട് അത് ഉണക്കിയിട്ട് അതില് എഴുത്താണി കൊണ്ട് നാരായം കൊണ്ട് ഒരു പേജ് എഴുതി കഴിയുമ്പോഴേക്ക് 5 മണിക്കൂറാവും കേട്ടാ. കോറി എഴുതിയിട്ടാണ് ഇത്രയും വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന് അറിവിന്റെ വിസ്ഫോടനാത്മകമായ വികാസമുണ്ടായി, മഹാഗ്രന്ഥങ്ങൾ ഉണ്ടായി, പുസ്തകങ്ങൾ ഉണ്ടായി, കമ്പ്യൂട്ടർ ഉണ്ടായി, എല്ലാ അറിവുകളും ഇപ്പൊ വിരലും തുമ്പത്താ. എന്നിട്ട് അത് പോയിട്ട് അതിന്റെ 10-1 ഗുണമുള്ള ഒരു പുസ്തകം ഉണ്ടാകുന്നുണ്ടാ? എന്താ ഉണ്ടാവാത്ത കാര്യം? ഞാൻ പറഞ്ഞ അതിനും തെളിവ് ഞാൻ തരാം. ഞാനിങ്ങനെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കും, ഇന്ത്യയിലൊരു നോബൽ സമ്മാനം. നിരാശരായിരിക്കും. ഇന്ത്യയിൽ ആദ്യം നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയോ? ഏതാ ഇന്ത്യയിൽ ആദ്യം നോബൽ സമ്മാനം കിട്ടിയ കൃതി? അറിയില്ല. ഇന്ത്യക്ക് ആദ്യം നോബൽ സമ്മാനം കിട്ടിയ കൃതി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലി. ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയാവോ? ഏറ്റവും അവസാനമായി കിട്ടിയത് അതും രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ്. വേറെ കിട്ടിയിട്ടില്ല. ആദ്യമായി കിട്ടിയത് തന്നെയാണ് അവസാനമായി കിട്ടിയത്. വേറൊരു പുസ്തകത്തിന് കിട്ടിയില്ല. എന്താ കാരണം എന്ന് ഞാൻ പറയട്ടെ? കാരണം ഞാൻ പറയാം. നമ്മുടെ ആസ്തിക ബോധ്യത്തിന്റെ, നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ, അതിന്റെ മിസ്റ്റിസിസം, പ്രപഞ്ചാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം മിസ്റ്റിസിസം. ആ മിസ്റ്റിസിസം ലോകത്തിലുള്ള തത്വശാസ്ത്രങ്ങളെയും കണക്ട് ചെയ്ത് ആധുനിക മനുഷ്യരെ ഏറ്റവും ഫലപ്രദമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കൃതിയാണ് ഗീതാഞ്ജലി. ആ ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നു, ദൈവമെന്ന് പറയുന്നത് സംഗീതമാണെന്ന്. ഗീതങ്ങളുടെ അഞ്ജലി അതാണ്. എല്ലാ ദൈവങ്ങളെയും പാട്ടിലൂടെ പ്രാർത്ഥിക്കുന്നത് ദൈവം സംഗീതമായതുകൊണ്ടാണ്. ഓംകാരമായ പൊരുളല്ലേ ആദ്യമുണ്ടായത്? നാദത്തിൽ നിന്നല്ലേ ബ്രഹ്മമുണ്ടായത്? നാദബ്രഹ്മം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആംകാരമായതിനു താൻ തന്നെ സാക്ഷിയതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ. കേട്ടില്ലേ? ഇല്ലേ? ഓംകാരം ബൈബിളിലും പറയുന്നുണ്ട് കേട്ടോ. അത് ബൈബിളിൽ ഒരു വചനമുണ്ട്, അതൊരു സിനിമാ പാട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി, വചനം രൂപത്തോടു കൂടിയായി. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി. ആദിയിൽ വചനമുണ്ടായി. നാദമാണ് ആദ്യം ഉണ്ടായത്. നാദത്തിൽ നിന്നാണ് രൂപമുണ്ടായത് എന്ന് പറയുന്നത് അല്ലേ? ആദ്യം ശബ്ദമാണ് ഉണ്ടായത്. അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ഒരു ഗീതകം പറയാണ്, ആ സംഗീതം എനിക്ക് പാടാൻ, ഞാൻ ദൈവത്തിന്റെ സംഗീതം ഞാൻ പാടാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു മഹാപ്രഭോ. ഹേ പ്രഭോ, ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലി, നിഭൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലീ. ഉദയഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം
അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നു ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. അതുപോലെ പാടാൻ എനിക്ക് കഴിയാത്തതിൽ ഞാൻ പരാജയപ്പെടുന്നു പ്രഭു. പക്ഷേ ഒരേ ഒരു ആശ്വാസം, ഞാനും നിന്റെ ഗാനത്തിന്റെ അറ്റമില്ലാത്ത കണ്ണിയിൽ ഒരു കണ്ണിയാണല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുന്നു പ്രഭു. ഇതാണ് ഗീതാഞ്ജലിയിലെ ഒരു ഗീതകം. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗീതകങ്ങളുണ്ട്. ഇത്രയും നല്ലൊരു സാധനം ഗീതാഞ്ജലി, നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ പുസ്തകം വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈയുയർത്തൂ. ഗീതാഞ്ജലി വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈയുയർത്തൂ. ആരുമില്ല. അപ്പൊ വേറെ ഒന്ന് കിട്ടാത്തതിന്റെ കാര്യം മനസ്സിലായോ? നമ്മക്കാകെയുള്ള ഒന്ന് അതാരും വായിച്ചിട്ടില്ലെന്ന്. നമ്മളത് വായിക്കണ്ടേ? നമ്മൾ അധിയാപനം നടത്തണ്ടേ? മാഷ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് മാഷ ടിൻഡു മോനെ ക്ലാസ്സിന് പുറത്താക്കി. അച്ഛനെയും കൂട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ നീ ഉത്തരം പറയാതിരുന്ന? അവൻ പറഞ്ഞു, വെറുതെ ചോദിച്ചു അച്ഛാ, അയാൾക്ക് ഉത്തരം അറിയാ, പിന്നെ എന്നോട് ചോദിക്കണോ? അയാൾക്കറിയുന്ന ഉത്തരം എന്നോട് ചോദിക്കണോ? മാഷക്കറിയുന്ന ഉത്തരം പറയാനല്ല കുട്ടി, മാഷക്കറിയാത്ത ഉത്തരം കണ്ടെത്താനാണ് കുട്ടി. അപ്പോഴാണ് അധ്യാപനം നടത്തുന്നത്. ശ്രീനാരായണ ഗുരു ചെയ്ത മഹാപ്രക്രിയ, അദ്ദേഹത്തിന്റെ അധ്യാപനത്തിന്റെ ശക്തി കൊണ്ടാണ് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു മഹാകവി ഉണ്ടായത്. ഗുരുവിന്റെ അധ്യാപനത്തിന്റെ കരുത്തിലാണ്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമുണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് മലയാളി മെമ്മോറിയൽ ഉണ്ടായത്, ഈഴവ മെമ്മോറിയൽ ഉണ്ടായത്, ഡോക്ടർ പൽപ്പു ഉണ്ടായത്. മനസ്സിലായോ? ആ അധ്യാപനം നടത്തുന്നവൻ ഗുരു. പിടികിട്ടിയോ? നമ്മുടെ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമായി മാറാൻ നമുക്കെന്തു വേണം? നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതം എന്താണെന്ന് അന്വേഷിക്കണം. ഉദ്ദാലകാരുണി അധ്യാപനം നടത്താൻ ശ്വേതകേതുവിനെ അയച്ചു. ഇവിടെ മഹാപണ്ഡിതനായ പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത് അയച്ചു. പ്രവാഹട കൈവല്യന്റെ അടുത്ത് പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശ്വേതകേതു വന്ന ഉടനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി, ഉത്തരം പറയുന്ന കുട്ടിയല്ല. ചോദ്യമാണ് പ്രധാനം, ഉത്തരമല്ല. ചോദ്യമുണ്ടെങ്കിലേ ഉത്തരമുള്ളൂ. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. പെണ്ണ് കാണാൻ ഒരുത്തം പോയാലേ പെണ്ണ് വീട്ടിലേക്ക് കയറി വരൂല്ലേ? സ്വയമേവ ഒരു പെണ്ണ് വരുവോ? അപ്പൊ ചോദ്യം, പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വേണ്ടേ? ഒരു വരം വേണ്ടേ? ആ വരനാണ് ചോദ്യം, ഉത്തരം വധുവാണ്. ആ ചോദ്യാർത്ഥ ഉത്തരങ്ങൾ പരസ്പരം പൂരകമാവുമ്പോഴാണ് അർജുന ഉവാച കൃഷ്ണ ഉവാച. ഭഗവത്ഗീത മുഴുവൻ അതാണ്. അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണൻ ഉത്തരം പറയുന്നു. വൈശമ്പായന ഉവാച ജനമേജയ ഉവാച. മഹാഭാരതം അങ്ങനെയാണ്. പാർവതി ഉവാച, പരമേശ്വര ഉവാച. രാമായണം ഉമാമഹേശ്വര സംവാദമാണ്. ഋഷിമാരുമെല്ലാം പരസ്പര ചോദ്യോത്തരങ്ങൾ നടത്തുമ്പോ അതിൽ നിന്നാണ് ഉത്തരങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ഓം സഹനാവവതു. ഗുരുവും ശിഷ്യനും, ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും, അച്ഛനും മക്കളും, സഹോദരനും സഹോദരിയും പരസ്പരം ഇരുന്നിട്ട് സഹ അവവധുവാവുന്നുണ്ടോ? അതാണ് യോഗം. നിങ്ങൾ ധർമ്മപരിപാലനം നടത്താൻ യോഗം എന്നെന്താണെന്ന് പഠിച്ചോ? യോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിച്ചത് ഇന്ന് വൈകുന്നേരം കമ്മിറ്റിന്റെ യോഗം ഉണ്ട് കേട്ടോ, മീറ്റിംഗ് അല്ലേ? നോ. യാ ഗമിക്ക, യാ ഏതിലെയാണോ ഗമിക്കേണ്ടത് അതാ യോഗം. നമ്മൾ കൂടിച്ചേർന്നിട്ട് ഒത്തുചേർന്നിട്ട് പോകാനുള്ള വഴി കണ്ടെത്താവുന്നതിനെയാണ് യോഗം എന്ന് പറയാ. യാ എന്ന് പറഞ്ഞാൽ എവിടെ? യാ കുന്ദേന്ദു ധവള. കേട്ടില്ലേ?
ആരാണോ എന്താണോ എവിടെയാണോ അതാ യാ. യാ എവിടെ എങ്ങനെ ചോദ്യമാണ് യാ. ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുക, പോവുക, ഒരുമിച്ച് പോവുക, യോജിച്ചു പോവുക. ഏതിലെയാണോ പോകേണ്ടത് ആ യോജിച്ച് ഗമിക്കുക, അതാ യോഗം. പിടികിട്ടിയോ? ഒരുമിച്ച് ചേരേണ്ടത് ശരീരങ്ങളല്ല, മനസ്സുകളാണ്. ഒരുമിച്ച് ചേരേണ്ടത് ശരീരമല്ല. നിങ്ങളുടെ വീട് മനസ്സുകൾ ഒരുമിച്ച് ചേരാറുണ്ടോ? മനസ്സുകളും ശബ്ദങ്ങളും ഒരുമിച്ച് ചേരുന്നതാണ് കുടുംബം എന്ന് പറയുക. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സും ശരീരവും ശബ്ദവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം. എന്താ കൂടണ്ടേ? തക്കാളിയും വെണ്ടക്കയും വഴുതിനിയും ഒന്നിച്ചു ചേരുന്നതാണ് കുടുംബം എന്ന് ധരിച്ചുപോയി അല്ലേ? സോഫയും ടിവിയും റിമോട്ടും ഒന്നിച്ചു ചേരുന്നതാണ് കുടുംബം എന്ന് ധരിച്ചുപോയി. കമ്പ്യൂട്ടറും നെറ്റും മൊബൈൽ ഫോണും ഗെയിമും ഒന്നിച്ചു ചേരുന്നതാണ് കുടുംബം എന്ന് ധരിച്ചുപോയി. അല്ല, ശരീരങ്ങൾ ചേരുമ്പോൾ അതിലെ മനസ്സൊത്തു ചേരണ്ടേ? ആ മനസ്സൊത്തു ചേരാൻ മനസ്സിനെ ഉണർത്തണ്ടേ? പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രാണിത്.